റമദാനിൽ ഒരു ദിവസമെങ്കിലും പാർക്കിൽ പോയിട്ട് നോമ്പ് തുറക്കണമെന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചർച്ചകൾക്കൊക്കെ ശേഷം ഞങ്ങൾ കുറച്ച് ഫാമിലീസ് ചേർന്നിട്ട് ഇന്നത്തെ നോമ്പ് തുറ പാർക്കിലാക്കിന് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റംസ് കൊണ്ടുവരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് പാർക്കിൽ നോമ്പ് തുറ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇത്രയും ദിവസമായപ്പോൾ വിചാരിച്ചിനി ഇനിയിപ്പം നടക്കൂല, ഇനിയിപ്പോൾ വേണ്ടെന്നൊക്കെ വേണോ വേണ്ടേന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ ഇന്നത്തെ ഈ നോമ്പ് തുറ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇന്നത്തെ ഈ നോമ്പ് തുറ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ദിവസം നഷ്ടമായി പോവുകയെന്ന്. എല്ലാ ദിവസവും ലേറ്റായി ഇറങ്ങണ ഞങ്ങൾ ഇന്ന് ആദ്യം ഇറങ്ങിന് കേട്ടോ. ഏറ്റവും ആദ്യം പാർക്കിലെത്തിയത് ഞങ്ങൾ. ഇന്ന് നേരത്തെ ഇറങ്ങാനൊരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് പാർക്കിലെത്തിയാൽ മനസ്സിലാവും. നോമ്പ് വെച്ചിട്ട് എങ്ങനെയുണ്ട്? ക്ഷീണുണ്ടോ? ഇലൂനിന്ന് നോമ്പുണ്ട്. ഓൾ ആദ്യത്തെ നോമ്പാണ്. മാഷാ അല്ലാ. എല്ലാ ദിവസവും ഓൾ കിടക്കുമ്പോൾ നീയത്ത് വെച്ചിട്ട് കിടക്കും, എനിക്ക് നാളെ നോമ്പ് വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പകൽ നീച്ചാൽ വിശക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുകയും ചെയ്യും. ഞാൻ പിന്നെ വല്ലാതെ നിർബന്ധിക്കലും ഇല്ല, കാരണം ചെറിയ കുട്ടിയല്ലേ, നോമ്പ് വിൽക്കാനായിട്ടില്ലല്ലോ. ഇന്നപ്പോൾ ഓളങ്ങനെ പാർക്കിലൊക്കെ പോയി നോമ്പെടുക്കാന്നുള്ള ഇൻട്രസ്റ്റിൽ ഇന്ന് ഓള് ഇടയ്ക്ക് വിശക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓള് പിടിച്ചു നിന്ന്. പാർക്കിലെത്തിയപ്പം അതൊക്കെ മറന്നുപോയിന്ന്. ഇതിവിടെയുള്ള ജിദ്ദത്തെ അൽസാജ് പാർക്കാണ് കേട്ടോ. ഇതിപ്പം ഞങ്ങളൊക്കെ പുതിയ പാർക്കെന്നാണ് പറയുക, കാരണം ഇതിപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൂ. നല്ല വലിയ പാർക്കാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ പാർക്കിൽ ഒരുവിധം എല്ലാ സ്ഥലവും ഫില്ലായിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് ഡെയിലി നോമ്പ് തുറക്കലുണ്ട്. ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ബാച്ചിലേഴ്സ്, അതുപോലെ സ്ഥിരമായിട്ട് പാർക്കിൽ നിന്ന് വേറെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ട് പാർക്കിലിരുന്ന് നോമ്പ് തുറക്കുന്നത്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ ഏകദേശം സ്ഥലങ്ങളൊക്കെ ഫില്ലായിന്. ആദ്യം ഞങ്ങൾ ഇട്ട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പം വേറെ സ്ഥലത്തേക്ക് ഇട്ടതാട്ടോ. അവിടെ സ്ഥിരമായിട്ട് നോമ്പ് തുറക്കുന്ന ഒരു ഏരിയ ആണ്, അങ്ങനെ മാറ്റിയിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ വന്നത്. നേരം വൈകിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു സ്പേസും കിട്ടൂല. ഈ ഒരു കാണുന്നത് മൊത്തം നോമ്പ് തുറക്കാൻ ആൾക്കാർ ഇരിക്കുന്നതാണ്. നാട്ടിലിപ്പം ഭയങ്കര ചൂടാണല്ലോ. നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതന്നെ പറയാനുള്ളൂ, നല്ല ചൂടാണ്, നല്ല ക്ഷീണമാണ് എന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം നോമ്പായതു മുതലേ പെട്ടെന്ന് തണുപ്പ് കൂടിയതിന്, നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിലിരുന്ന് നോമ്പുറക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുത്ത കാറ്റും നല്ല അന്തരീക്ഷവും നല്ലൊരു വൈബുണ്ട് ഇവിടെ ഇരുന്ന് നോമ്പുറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മക്കൾക്കൊന്നും നോമ്പ് അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല, കാരണം നോമ്പുള്ളത് അറിയുന്ന പോലുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നോമ്പായത് അറിയുന്നേ ഇല്ല. പിന്നീട് ഓരോരുത്തരായിട്ട് എത്തി അവർ കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം കിട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ സുപ്രൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ദാ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഗുഡ് ഫീൽ കേട്ടോ ഈ ഒരു നോമ്പ് തുറ. അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയൂല. എന്തായാലും ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ടൊരു നോമ്പ് തുറ പരിപാടി നടത്തുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇതുപോലെ പാർക്കിൽ വെച്ച് നടത്തുന്നതാന്ന് ഇന്നെനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇത് വേറെ തന്നെ ഒരു ഫീലാണ്. നോമ്പ് തുറ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മക്കൾ പാർക്കിലേക്ക് കളിക്കാനായിട്ട് പോയി. മക്കൾക്കും ഈ ഒരു നോമ്പ് തുറ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇത് പാർക്കിൽ നിന്നാണല്ലോ,
ഓർക്കും നമ്മൾ വലിയൊരു വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഓർക്കും അവിടെ കളിച്ചിരിക്കാനും പറ്റും. എന്തുകൊണ്ടും എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭയങ്കര സംതൃപ്തിയാണ്. ഈ പാർക്കിൽ കളിക്കുന്ന ഏരിയ അല്ലാതെ ഇതുപോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കാനും നടന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയ ഇങ്ങനെ വാം ലൈറ്റായിട്ട് നല്ല ഭംഗിയുണ്ട്. ആ സ്ഥലത്ത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് അങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റും. നോമ്പുതുറൻ്റെ വിഭവങ്ങൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ പിന്നീടുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. മക്കളെ കുറേ നേരത്തെ കളിയും ഞങ്ങളെ സംസാരവും ഈ നടത്തമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറേ കളിയും കുറേ നേരം സംസാരിച്ചിരുന്ന് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പാർക്കിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടേനിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതൊരു ചെറിയ കുഞ്ഞ് ഞങ്ങളെ നോമ്പുതുറ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.